മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണി മേഘനാഥനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. മേഘേട്ട, കാര്യങ്ങൾ എവിടെ വരെയായി? ആ മഹാലക്ഷ്മിയെ വകവരുത്താൻ ആരോ ഏർപ്പാടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തായി എന്നെല്ലാം അന്വേഷിക്കുന്നു. ഇത് കേൾക്കുന്ന മേഘൻ പറയും, മോനെ നീ സമാധാനപ്പെട്ടിരിക്കുക, എല്ലാം നമുക്ക് തീരുമാനം ഉണ്ടാക്കാം, അധികം ദിവസമൊന്നും വേണ്ട, അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് മേഘൻ. അതേസമയം ഉണ്ണി പറയുന്നുണ്ട് മേഘനോട്, കഴിഞ്ഞ മാസത്തെ സാലറിയും അക്കൗണ്ടിൽ വന്നില്ല, ഈ മാസത്തെ സാലറി എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കണ്ണേട്ടനോട് പറഞ്ഞപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞത് ആ മഹാലക്ഷ്മിയുടെ മുന്നിൽ പോയി ചോദിക്കാനാ, എന്നെ കൊണ്ടൊന്നും വയ്യ അവരുടെ മുന്നിൽ പോയി ചോദിക്കാമെന്ന് പറയുന്നു. പൈസ ഇല്ലാത്ത കാരണം ടൈറ്റ് വന്ന് തുടങ്ങിയിരിക്കുക എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ മേഘൻ പറയുന്നുണ്ട്, നീ എന്തിനാ ഭയക്കുന്നത് ഉണ്ണി, പോയി ധൈര്യമായിട്ട് നീ മഹാലക്ഷ്മിയുടെ മുന്നിൽ പോയി നിൻ്റെ സാലറി എല്ലാം കൈപ്പറ്റ്. ഇനി ഒരു പ്രാവശ്യം കൂടെ അവരുടെ മുന്നിൽ തല കുണിക്കേണ്ട ആവശ്യം നിനക്കുണ്ടാവില്ല, അതിനുള്ള വകയൊക്കെ എനിക്കറിയാമെന്നല്ല ഉണ്ണിയോട് മേഘൻ പറയുന്നുണ്ട്. മേഘൻ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഇത് ചിലപ്പോൾ നിങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കുമെന്ന്, ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവില്ല എന്നും മേഘൻ പറയുന്നു. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ഇതെങ്കിലും ഒന്ന് വർക്കൗട്ട് ആയാൽ മതി മേഘേട്ട, അല്ലെങ്കിൽ ഞാനും കരുണയും തമ്മിൽ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കരുണയുടെ മുന്നിൽ എനിക്ക് തല കുനിച്ചു നിന്ന് മതിയായി മേഘേട്ട, അവളാണെങ്കിൽ ഓരോന്ന് ഇങ്ങനെ കുത്തി പറഞ്ഞ് എനിക്ക് ഒരു നേരം സ്വസ്ഥത തരില്ല എന്നെല്ലാം ഉണ്ണി പറയുന്നു. മാത്രമല്ല അവൾ പറഞ്ഞ അറിവിൽ ആ പ്രതാപനങ്ങളും അതുപോലെ ആ മുത്തശ്ശിയും ഞാനൊരു കഴിവുകെട്ടവനായിട്ടാണ് എന്നെ ചിത്രീകരിച്ചിരിക്കുന്നതെന്നെല്ലാം പറയുകയാണ് മേഘനോട്. എനിക്ക് കരുണയുടെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ മഹാലക്ഷ്മിയും ഇവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയാൽ മാത്രമേ എനിക്ക് അത് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ മേഘൻ പറയുന്നുണ്ട്, ഇനി എന്തായാലും നീ ധൈര്യമായിട്ട് പോയിക്കോളൂ, ഈ പ്രാവശ്യം പാഴാവൂല, നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കും, ഈ പ്രാവശ്യം നല്ല കഴിവുള്ളവരെ തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഏർപ്പാടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഈ ദൗത്യം നടന്നിരിക്കുമെന്ന് ഉണ്ണിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് മേഘനാഥൻ. അതേസമയം മഹാലക്ഷ്മിയുടെ ക്യാബിനിലേക്ക് ഉണ്ണി കയറി വരുന്നത് കണ്ട് മഹാലക്ഷ്മി അത്ഭുതത്തോട് നോക്കി നിൽക്കുകയാണ്. മഹാലക്ഷ്മി ഉണ്ണിയോട് ഇരിക്കാൻ പറയുന്നു. എന്താ ഉണ്ണി, എന്തേ വന്നതെന്ന് ചോദിക്കുന്നു. വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ സാലറി കിട്ടിയിട്ടില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാണ്. ഞാനും വിചാരിച്ചു നീയും അമ്മാവനും ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അതേസമയം മഹാലക്ഷ്മി ആണെങ്കിൽ ഉണ്ണിയുടെ ശമ്പളം എണ്ണിക്കൊടുക്കുന്നു. ഇത് കാണുന്ന ഉണ്ണിക്കാണെങ്കിൽ വളരെയേറെ നാണക്കേടാവുകയാണ് മഹാലക്ഷ്മിയുടെ നിന്ന് ശമ്പളമൊക്കെ വാങ്ങിക്കാൻ. അങ്ങനെ കരുണ പറയുന്ന ഓരോ കാര്യങ്ങൾ ഉണ്ണിയുടെ മനസ്സിലേക്ക് വരികയാണ്, മഹാലക്ഷ്മിയുടെ ശമ്പളം കൈപ്പറ്റാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ട് കൊണ്ട്. അങ്ങനെ ഉണ്ണിയാണെങ്കിൽ സാലറി എല്ലാം വാങ്ങി മഹാലക്ഷ്മിയുടെ അടുത്തുനിന്ന് പോകുന്നുണ്ട്. അതെല്ലാം സാലറിയും കൊണ്ട് കരുണയുടെ അടുത്തേക്ക് ചെല്ലുന്നു, കരുണയുടെ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നു. ആദ്യമായിട്ടും അവസാനമായിട്ടും നിൻ്റെ ഏട്ടത്തിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഇന്ന് സാലറി വാങ്ങിച്ചതാണ്, ഇനി അടുത്ത പ്രാവശ്യം ഇതിന് അവസരം ഉണ്ടാവില്ലെന്നാണ് മേഘേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അതിലെനിക്കൊരു വിശ്വാസവുമില്ല, ഇതുപോലെ പല പ്രാവശ്യവും മേഘേട്ടൻ ഇങ്ങനെ ഓരോ പ്ലാനുകൾ ചെയ്തതെല്ലാം പാളിപ്പോയിട്ടുള്ളൂ, ഇനിയും നിങ്ങൾക്ക് ഇവളുടെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നെല്ലാം കരുണ ഉണ്ണിയോട് കളിയാക്കി തന്നെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഉണ്ണി പറയുന്നുണ്ട്, നീ ഒന്ന് വെറുതെ ഇരിക്കുക കരുണ, നീ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ, എന്തായാലും ഈ പ്രാവശ്യം മേഘേട്ടൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഈ ദൗത്യം നടന്നിരിക്കുമെന്ന്, എനിക്കിതിൽ യാതൊരു ഉറപ്പുമില്ല, ഭാഗ്യം എപ്പോഴും അവളുടെ കൂടെ തന്നെയാണ്, അവൾ ഇത്തവണയും നമ്മളുടെ മുന്നിൽ കൂടി ഇവിടേക്ക് കയറി വരുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം എന്ന് പറയുന്നുണ്ട്. അതേസമയം മഞ്ജു ആണെങ്കിൽ സാഗറിനെ വിളിക്കുന്നുണ്ട്. എന്തായാലും ഈ മേഘനാഥൻ്റെ കുട്ടി തന്നെയാണെന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം, അതിനുള്ള DNA ടെസ്റ്റിനുള്ള ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് നടത്തണമെന്നും, അല്ലെങ്കിൽ പിന്നെ ഈ മേഘനാഥൻ എൻ്റെ ഏട്ടത്തിയെയും അതുപോലെ എൻ്റെ കണ്ണേട്ടനെയും എന്തെങ്കിലും അപായപ്പെടുത്താൻ എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെന്നും മഞ്ജു പ്രകടിപ്പിക്കുന്നു. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും വർക്കൗട്ടാവാൻ അനുവദിക്കരുത്, അവരെ നമുക്ക് രക്ഷിക്കുക തന്നെ വേണമെന്ന് മഞ്ജുവിനോട് പറയുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഈ മേഘനാഥനെ നമുക്ക് പൂട്ടണം, അല്ലെങ്കിൽ പലർക്കും അത് ആപത്ത് തന്നെ ഉണ്ടാക്കുമെന്ന് പറയുന്നു. അങ്ങനെ വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.